ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കണ്ടുമുട്ടിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് നിതിൻ ഗഡ്കരി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ ഇറാനിൽ എത്തിയതെന്നും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനാണ് പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിന് മുന്നോടിയായി ടെഹ്റാനിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിവിധ രാഷ്ട്ര തലവന്മാരും പ്രതിനിധികൾക്കും അനൗപചാരിക ചായ സൽക്കാരമുണ്ടായിരുന്നു. താനും അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഗഡ്കരി വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ തലവന്മാർക്കൊപ്പം അങ്ങനെ അല്ലാത്ത ഒരാളും അവിടെ ഉണ്ടായിരുന്നു. അത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനുമൊപ്പം അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഞാൻ എന്റെ ഹോട്ടലിലേക്ക് മടങ്ങി. എന്നാൽ ഏകദേശം രാവിലെ 4 മണിയോടെ ഇറാനിലെ ഇന്ത്യൻ അംബാസഡർ എന്റെ അടുത്തേക്ക് വന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. ഹമാസ് തലവൻ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ജൂലൈ 31 ഏകദേശം 1:15 ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഇറാനിയൻ അധികൃതർ വിശദീകരിച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേൽനോട്ടത്തിൽ അതീവ സുരക്ഷയിലാണ് ഹനിയ താമസിച്ചിരുന്നത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. ഹനിയ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നും ഗഡ്കരി പറഞ്ഞു. അതേസമയം ഗാസയിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി. മന്ത്രിയുടെ നിലപാട് വെടിനിർത്തൽ 2ഘട്ട ചർച്ചകൾക്ക് തിരിച്ചടിയാകും. മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ ഗാസയിലെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണിപ്പോൾ. ഗാസയിൽ സ്ഥിരം സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്നും സമാധാന പദ്ധതിയുടെ പേരിൽ ഇക്കാര്യത്തിൽ പിറകോട്ടില്ല എന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പ്രഖ്യാപിച്ചത്. സൈനിക യൂണിറ്റ് ഗാസയിൽ നിലയുറപ്പിക്കുമെന്നും സുരക്ഷയ്ക്കതേറെ അനിവാര്യമാണെന്നും കാട്സ് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ മന്ത്രിയുടെ പ്രകോപന പ്രസ്താവന. ഈ മാസം 29 ട്രംപുമായി ഗാസ വെടിനിർത്തൽ 2ഘട്ട ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത്, ഖത്തർ, തുർക്കി രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കൻ നഗരമായ മിയാമിയിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര സൈനിക വിന്യാസത്തോടെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും പിൻവാങ്ങണം എന്നതാണ് സമാധാന പദ്ധതിയിൽ പറയുന്നത്. അതിനിടെ ഗാസയിലെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ മിക്ക ആശുപത്രികളും വലയുകയാണ്. മതിയായ ചികിത്സ ലഭിക്കാതെ നൂറുകണക്കിന് പലസ്തീൻ രോഗികൾ ഇതിനോടകം മരിച്ചതായി ഗാസയിലെ പലസ്തീൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി മേധാവി മുഹമ്മദ് അബു അഫാസ് അറിയിച്ചു. അതിശൈത്യം തുടരുന്ന ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന അഭ്യർത്ഥനയും ഇസ്രായേൽ തള്ളുകയാണിപ്പോൾ. കൂടാതെ ജെറുസലേം ഉൾപ്പെടെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ വിപുലമായ കുടിയേറ്റ പദ്ധതികളുമായി മുന്നോട്ടു പോകാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ തടയണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു. അതേസമയം ഗാസയിൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്ന ബെൽജിയം രംഗത്തെത്തി. ബെൽജിയത്തിന് പുറമെ ബ്രസീൽ, കൊളംബിയ, അയർലൻഡ്, മെക്സിക്കോ, സ്പെയിൻ, തുർക്കി എന്നീ രാജ്യങ്ങളും ഹേഗിലെ ഇസ്രായേലിനെതിരായ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഗാസ വംശഹത്യ കേസിൽ അന്വേഷണം തടയണമെന്ന ഇസ്രായേലിന്റെ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് ബെൽജിയവും കേസിൽ കക്ഷി ചേർന്നത്. 2023 ഡിസംബറിലായിരുന്നു ഇസ്രായേലിനെതിരായ കേസ് ഫയൽ ചെയ്തത്. വംശഹത്യ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള 1948 UN കൺവെൻഷൻ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് അന്താരാഷ്ട്ര കോടതി നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുകയും കേസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേലിന്റെ സാന്നിധ്യം നിയമവിരുദ്ധമാണെന്നും അവരുടെ നയങ്ങൾ പിടിച്ചെടുക്കലിന് തുല്യമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ICC അംഗങ്ങൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വിധികളും അന്താരാഷ്ട്ര വിമർശനങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ബെൽജിയവും ഉൾപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിൽ ഏകദേശം 80% ഇപ്പോൾ പലസ്തീനെ അംഗീകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.